ശാസ്ത്രജ്ഞർ തേനീച്ചയുടെ പുറത്ത് ഒരു ആന്റിന ധരിപ്പിച്ചു. തേനീച്ചയുടെ ശരീരഭാരത്തിന്റെ 100% മാത്രം ഭാരമുള്ള ഒരു ഹാർമോണിക് ട്രാൻസ്പോണ്ടർ ആന്റിനയായിരുന്നു അത്. അതിൽ നിന്നും ലഭിക്കുന്ന സിഗ്നൽ പ്രകാരം ശാസ്ത്രജ്ഞർ നിരീക്ഷിച്ചപ്പോൾ തേനീച്ച ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒട്ടും വളയാതെ അതിന്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് ഒരു നേർരേഖയിൽ സഞ്ചരിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ സൂര്യന്റെ ദിശ മനസ്സിലാക്കിക്കൊണ്ടുള്ള വാഗിൾ ഡാൻസിനെ കുറിച്ച് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. സൂര്യന്റെ ദിശ അന്തരീക്ഷത്തിൽ മാറിക്കൊണ്ടേ നിൽക്കുകയാണ്. തേനീച്ച സൂര്യന്റെ ദിശ മനസ്സിലാക്കി പൂവിലെ തേൻ എടുത്തു വരുമ്പോഴത്തേക്കും സൂര്യന്റെ ദിശ മാറിയിട്ടുണ്ടാവും. പക്ഷെ അതിന് വഴി തെറ്റില്ല. സമയത്തിന്റെ മാറ്റത്തിൽ സൂര്യന്റെ ചലനത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റത്തെ തിരിച്ചറിയാനുള്ള ഒരു ബയോളജിക്കൽ ക്ലോക്ക് തേനീച്ചയുടെ ശരീരത്തിൽ ഉണ്ടെന്നാണ്. മേഘാവൃതമായ അന്തരീക്ഷമാണെങ്കിലും അതിന് വഴി തെറ്റില്ല. കഴിഞ്ഞ വീഡിയോയിൽ തേനീച്ചയുടെ 5 കണ്ണിനെ കുറിച്ച് നാം പറഞ്ഞിരുന്നു. തേനീച്ചയുടെ പ്രധാന കണ്ണുകളിൽ 5000 മുതൽ 7000 വരെയുള്ള ചെറിയ ലെൻസുകളുണ്ട്. മനുഷ്യന് കാണാൻ കഴിയാത്ത അൾട്രാ വയലറ്റ് UV രശ്മികളെ പോലും തേനീച്ചകൾക്ക് കാണാൻ സാധിക്കും. അതിനാൽ ഈ രശ്മികൾ മേഘങ്ങളെ തുളച്ചു വരുന്നത് കൊണ്ടും ചെറിയൊരു പ്രകാശത്തിലെ പോളറൈസ് വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ടും സൂര്യന്റെ ദിശ മനസ്സിലാക്കാൻ അവർ സാധിക്കും. ഖുർആനിൽ തേനീച്ചകൾക്ക് സൗകര്യപ്പെടുത്തിയ ഒരു പാതയെക്കുറിച്ച് പറയുന്നുണ്ട്. ഫസ്ലുക്കി സുബുല റബ്ബികി ദുലുല, നിന്റെ രക്ഷിതാവ് സൗകര്യപ്രദമായി ഒരുക്കിയിട്ടുള്ള മാർഗങ്ങളിൽ നീ പ്രവേശിക്കുക എന്ന കൽപ്പന ഇത് വെച്ച് നോക്കുമ്പോൾ വളരെ അത്ഭുതകരമാണ്. ഇതിലെ ഫസ്ലുക്കി, നീ പ്രവേശിക്കുക എന്ന വേർഡ്, ഇതൊരു സ്ത്രീലിംഗ പ്രയോഗമാണ്. ഇതൊരു പെൺതേനീച്ചയോടുള്ള കൽപ്പനയാണ്. ആൺതേനീച്ചയോടാണെങ്കിൽ ഫസ്ലുക്ക് എന്നാണ് പറയാ. അതേപോലെ മേലെ ഭക്ഷിക്കുക എന്ന് പറയുന്നിടത്തും കുലി എന്നാണ്. ഇത് ആൺതേനീച്ചയോടാണെങ്കിൽ കുൽ എന്നാണ് പറയാ. അതേപോലെ കൂടുണ്ടാക്കുക ഇത്തഹിരി എന്ന് പറയുന്ന കൽപ്പനയും സ്ത്രീലിംഗ പ്രയോഗമാണ്. ഇന്ന് തേനീച്ചകളെ കുറിച്ച് കൂടുതൽ അറിയുന്നവർക്ക് അറിയാം, ഈ ജോലികളെല്ലാം ചെയ്യുന്നത് പെൺതേനീച്ചയാണ്. താഴെ അതിന്റെ വയറുകളിൽ നിന്ന് വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള പാനീയം പുറത്തു വരുന്നു എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ കളർ മാറ്റം ഉണ്ടാകുന്ന തേനീച്ചയുടെ വയറുകളിൽ നിന്ന് തന്നെയാണ്. തേനീച്ച പൂന്തേനിൽ നിന്നും ശേഖരിക്കുന്നത് 80% വെള്ളമാണ്. അത് കൂട്ടിലേക്ക് സഞ്ചരിക്കുമ്പോൾ തന്നെ വയറിൽ വെച്ച് തന്നെ ജലാംശം കുറക്കാനുള്ള ഒരു പ്രവർത്തനം അതിന്റെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ആ കൊണ്ടുവരുന്ന ഒരു തുള്ളി തേൻ തന്നെ ധാരാളം തേനീച്ചയുടെ വായിലൂടെ വയറിലേക്ക് എത്തിച്ചുകൊണ്ട് അവിടെ ചില എൻസൈമുകളും ദ്രാവകങ്ങളും കൂടി ചേർന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ തേൻ രൂപം കൊള്ളുന്നത്. ഖുർആനിലെ ബുത്തൂനിഹ എന്ന ബഹുവചന പ്രയോഗം തേനീച്ചയുടെ വയറുകളിൽ നിന്നെന്ന് ശാസ്ത്രീയമായും സത്യപ്പെടുത്തുന്നു. തേനീച്ചക്കൂട്ടിൽ ഒരു മൂളൽ ശബ്ദം നമുക്ക് കേൾക്കാം. ഇത് അവരുടെ ചിറക് സെക്കൻഡിൽ 230 തവണ അടിച്ചുകൊണ്ട് ഒരു ഫാന് പോലെ അവർ പ്രവർത്തിക്കുകയാണ്, തേനിലെ ജലാംശം കളയാൻ വേണ്ടി. ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾ കേടാകാതിരിക്കുന്നു. പെൺതേനീച്ചയുടെ ശരീരത്തിൽ 32 ക്രോമസോമുകളാണുള്ളത്. ഇത് ജോഡികളായിക്കൊണ്ടാണുള്ളത്. അതായത് 16 ക്രോമസോം ജോഡികൾ. ആണിന്റേതിൽ ജോഡികളായിക്കൊണ്ടല്ല, 16 ക്രോമസോമുകളാണുള്ളത്. ഖുർആനിലെ തേനീച്ച എന്ന അധ്യായം അന്നഹിൽ, ഇത് 16ാമത്തെ അധ്യായമാണ്. ഞാൻ ഈ ആയത്തുകൾ ഉദ്ധരിച്ച അധ്യായം 16ാമത്തെ അധ്യായമാണ്. ഇതേപോലെ മറ്റൊരു കൗതുകരമായ കാര്യം, തേനീച്ചകളെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന ആയത്തിൽ 68ാമത്തെ ആയത്തിൽ 54 അക്ഷരങ്ങളാണുള്ളത്. ആവർത്തിച്ചു വരുന്ന അക്ഷരങ്ങൾ ഒഴിവാക്കിയാൽ 16 അക്ഷരങ്ങളാണുള്ളത്.